ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി കീ സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് അത് മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടോ. അപ്പോൾ താക്കോൽ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ താക്കോൽ ആ യൂണിറ്റെ പാടി ഫുള്ളായിട്ട് ഊരി പോരുന്ന പ്രശ്നമായിരുന്നു. വണ്ടി ഓഫ് ആവുന്നുണ്ടായില്ല, ഓണായിട്ട് വണ്ടി ഓഫ് ആവുന്നുണ്ടായില്ല, അതാണ് എൻ്റെ കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ കീ സെറ്റ് നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വന്ന കീ സെറ്റ് എന്ന് പറയുമ്പോൾ പെയർ ചെയ്യണ മോഡലാണ്, അതായത് സെൻസർ വെച്ച് പെയർ ചെയ്യണ മോഡലാണ്. അതാണ് അതിൻ്റെ ഫംഗ്ഷനാണ് ഈ വന്ന. ഈ താക്കോലുമേൻ സെൻസറുണ്ട്, ഈ വന്ന സെൻസറും കൂടി മാച്ച് ആയാലാണ് വർക്കാവുള്ളൂ. ഇത് നമ്മളിപ്പോൾ വെക്കുന്നത് സെൻസർ വിത്തൗട്ട് സെൻസറാണ്. അപ്പോൾ വിത്തൗട്ട് സെൻസർ വരുമ്പോഴുള്ള മെച്ചം എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് റേറ്റ് കുറവുണ്ട്. 740 രൂപയാണ് നമുക്ക് കീ സെറ്റിൻ്റെ വില വരാം. സെൻസർ ടൈപ്പ് വരുമ്പോൾ 1400 വരാം മൊത്തത്തിൽ. പക്ഷേ അതിനേക്കാളും ഉപരി പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഈ വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ തന്നെ താക്കോലിൻ്റേതായിട്ടുള്ള പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്ന കേസിൽ നമുക്ക് ഈ CD യൂണിറ്റ് ഇതിരിക്കുന്ന യൂണിറ്റൊക്കെ മാറ്റിയാലാണ് സാധാരണ രീതിയിൽ റെഡി ആവാറുള്ളൂ. അപ്പോൾ നമുക്ക് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്കിത് ലോ കോസ്റ്റിൽ ചെയ്യാനും പറ്റും. വലിയ തലവേദന പിന്നീടൊരു തലവേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തേക്കണം കേട്ടോ. കാരണം മറ്റേപ്പാട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഷോറൂമിൽ പോയിട്ട് DMSC കയറി അതിൻ്റെ കോഡൊക്കെ മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് എറർ എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ ഈ കീ സെറ്റ് നമ്മുടെ പോവുകയും ചെയ്യും. 1000, 1500, 450 വിലയുള്ള സംഭവം. അങ്ങനെ എറർ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പൈസയും കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട് സാധാരണ രീതിയിൽ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഈ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ താക്കോല് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ആ രീതിയിൽ നമ്മൾ ഉള്ളിലത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഇതുമ്പോൾ തന്നെ താക്കോല് നമുക്കുണ്ടാവും. അതിനകത്ത് 2 താക്കോലുണ്ട്. ഒരെണ്ണം സ്പെയർ താക്കോലായിട്ട് എടുത്ത് ഉപയോഗിക്കാം. അത് സാധാരണ രീതിയിൽ ഉപയോഗിക്കാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് ടെക്നിക്കലായിട്ട് വന്നേക്കണ ഒരു പ്രോബ്ലമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അത് നമ്മൾ ആ രീതിയിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം.